മുലയൂട്ടുന്നതിനിടെ ശ്വാസനാളത്തിൽ മുലപ്പാൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു. മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെടാൻ ചാൻസിൽ 5 കുട്ടികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു അറിവ് എല്ലാ മാതാപിതാക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഒന്നാമതായിട്ടുള്ളത് പ്രായം തികയാതെ, അതായത് 8ാം മാസത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ. ഇവരെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് പാല് സക്ക് ചെയ്യുന്നതും അത് ഇറക്കുന്നതും അതിന്റെ കൂടെ ശ്വാസം എടുക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ജനിച്ച സമയത്ത് ഭാരം കുറഞ്ഞ് ജനിച്ചിട്ടുള്ള കുട്ടികൾ. അതുപോലെ പ്രശ്നക്കാരാണ് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കക്കുക, അതായത് വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ പാല് വരുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ, അവരും ഡേഞ്ചറിലാണ്. വിട്ടുമാറാത്ത ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇടക്കിടക്ക് നിങ്ങളെ കുട്ടികൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഈ പാലിന്റെ ഡ്രോപ്പുകൾ ഉള്ളിലേക്ക് പോയിട്ട് ആസ്പിറേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാവാം. ഏറ്റവും അവസാനമായിട്ടുള്ളത് നിങ്ങളെ കുട്ടികൾക്ക് അപസ്മാരം പോലെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഡേഞ്ചർ ആണ്. അപ്പൊ ഈ 5 കുട്ടികൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കുട്ടികളാണ്. കാരണം നമുക്കറിയാം എല്ലാ കുട്ടികളും മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരണപ്പെടുന്നില്ല. അപ്പൊ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മളെ കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരട്ടെ.